ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പം നിലവിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്, എന്താണ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഇവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്, അവരെങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ കാഴ്ചപ്പാട് എന്താണ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കൊരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ കൂടുതലായിട്ടും നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഒരു മറ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായി, ഒരു പുകമറയുണ്ട് നിങ്ങൾക്ക് നടുവിലായിട്ട് ഒരു പുകമറ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ളത് കുറച്ച് വ്യക്തികളോ സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരികയും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ക്യാരക്ടർ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നിങ്ങളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പേഴ്സൺ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്ന കാർഡിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ലൈഫിൽ ഉണ്ട് എന്ന് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് ആണെങ്കിൽ ലെസ് കോണ്ടാക്ട് എന്ന രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ മനസ്സിനകത്ത് ഇതൊരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, ഈ ഒരു കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു മാറ്റം കാണുന്നു. ഒരു മാറ്റത്തിന്റെ ഒരു ഇത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കുറച്ച് വ്യക്തികൾ കടന്നു വരുന്നു. ആ ഒരു വ്യക്തികൾ ചിലപ്പോൾ അവരുടെ ഡയറക്റ്റായിട്ട് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന തേർഡ് പാർട്ടി ആയിരിക്കാം. നമുക്ക് ആ ഒരു ഇത് എനർജി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇവരുടെ ഒരു ഫ്രണ്ട്സ് തന്നെയായിരിക്കാം. ഇവരുടെ ഒരു മോസ്റ്റ് ഭയങ്കരമായിട്ട് ഇവരുമായിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അറിയാം, അവർ ഹാപ്പി ആയിരിക്കുമ്പോൾ അറിയാം, എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ കൺമുന്നിൽ നടക്കുമ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കമ്പയർ ചെയ്യുകയാണ്. ആ ഒരു പേഴ്സന്റെ ആളെ വെച്ചിട്ട് നിങ്ങളെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ്.
അങ്ങനെ കമ്പയർ ചെയ്യുന്ന, ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്നു, ഞാൻ വിചാരിച്ച ഒരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും എൻ്റെ പേഴ്സൺ ഉണ്ടായിരുന്നില്ല, ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും മിസ്റ്റേക്കുകളൊക്കെ ഉള്ള വ്യക്തികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ വെറുതെ വളരെ ചെറിയ പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു കാര്യം, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വഴക്കടിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുപോലെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേഴ്സണ് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവർ ചിലപ്പോൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും, ഓരോരുത്തർക്കും ഓരോ റൂൾസ് ആണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഇവരൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തികളുടെയൊക്കെ റിലേഷൻഷിപ്പും പല ആളുകളുമായിട്ട് അവർ മിങ്കിൾ ചെയ്തപ്പോഴൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഈ എൻ്റെ റിലേഷൻഷിപ്പ് മോശമാണ് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്ന ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ഇവിടെ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമുക്കൊരു തേർഡ് പാർട്ടി എനർജി കിട്ടുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ ഇവിടെ ഒരു തേർഡ് പാർട്ടിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളതെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളെയും വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ കമ്പയർ ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിപ്പം ഈ ഉപേക്ഷിച്ച് പോകുന്നത് തന്നെയായിരുന്നു മെച്ചം അല്ലെങ്കിൽ നല്ലത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഉള്ള ഒരു എനർജി കിട്ടും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് ഒത്തിരി മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഈ വ്യക്തിക്ക് വീണ്ടും ഒരു റീകൺസിലേഷൻ വേണം ഈ ഒരു റിലേഷൻഷിപ്പിന്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പ് ഒന്നും ആയിട്ടുണ്ടാവില്ല എങ്കിൽ തന്നെയും അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിന് ഒരു റീസ്റ്റാർട്ട്, മനസ്സിലൊരു പുതിയ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ മടുത്ത് ഉപേക്ഷിച്ച് പോയതിനു ശേഷം വീണ്ടും തിരിച്ചു വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യരുത്. ആ രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, നിങ്ങളെ മാനസികമായിട്ട് ഇവർ ഓൾറെഡി ഉപേക്ഷിച്ചതാണ്, പക്ഷെ നിങ്ങളത് അറിയരുത്. പിന്നെ ആ ഒരു റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. അതാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാകണം എന്ന് കരുതിയിട്ട് ഇവർ ഒരു നല്ല സെൽഫ് കോൺഫിഡൻസോടുകൂടി, ഇപ്പൊ അവർക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശമൊക്കെ നല്ല രീതിയിൽ മനസ്സിലായി, മറ്റുള്ള ആളുകളുടെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉള്ളൊരു വ്യക്തി ആയിരുന്നില്ല എൻ്റെ പേഴ്സൺ, വളരെ ചെറിയ ചെറിയ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ബിഹേവിയറിൽ ഉണ്ടായിരുന്നുള്ളൂ, താനാണ് അതൊരു വലിയ പ്രശ്നങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നും അതൊരു വലിയ പ്രശ്നമാക്കി ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ വേണ്ടാന്ന് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും താൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്തുകൊണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് വരുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു സ്ട്രെങ്തൻ കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉള്ളതായിട്ട് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് മാറ്റാനായിട്ട് അവർ സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നതായിട്ട്, സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്ത് ഒരു സ്പിരിച്വൽ ഇമോഷണലി ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഒരു 3 of Wandsന്റെ എനർജിയാണ്. ഇവിടെ 3 of Wandsന്റെ എനർജിയിലും വളരെയധികം പ്രോഗ്രസ് ആണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവര് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾ നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ടും നിങ്ങൾ എടുത്ത ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരാളെ കരുതിയാണ് നിങ്ങൾ നിന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം മതി, വേറെ ആരും വേണ്ട. ഇനിയിപ്പോൾ അത് വളരെ പ്രശ്നങ്ങളിലൂടെ പോയാൽ ഇത് ഇട്ടിട്ട് പോകാനുള്ള ഒരു ഇതൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു എനർജി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ചൊരു വലിച്ചിൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് ഇതിനെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രോഗ്രസ്സസ് ഉണ്ടാക്കുന്നു, കുറച്ചും കൂടി ഒരു സംതിങ് ബിഗ് ആയിട്ട് ചിന്തിക്കാനായിട്ട്, ഒരു നല്ല കംഫോർട്ട് സോണിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ലെവൽ ഒന്ന് കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നി. ഈ 2 കാർഡുകളും അത് തന്നെയാണ് പറയുന്നത്. മാസ്റ്റർ കാർഡ് ഇതുമാണ്, ഫൗണ്ടേഷൻ ഉണ്ടാകണം. മാസ്റ്റർ കാർഡിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകണം, ഒരു അടിത്തറ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്.
അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരാനും സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കണം. അതുപോലെ ഒരു മാരീഡ് ലൈഫ് ഉണ്ടാകണം, അവിടെ നല്ല ഗ്രോത്ത് ഉണ്ടാകണം, പ്രോഗ്രസ് ഉണ്ടാകണം. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ ഒരു കമ്പാരിസൺ നിങ്ങളുടെ പേഴ്സണ് മറ്റൊരു വ്യക്തിയും നിങ്ങളെയുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയപ്പോൾ മാത്രമാണ് ഇവർക്കത് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് അവർക്കത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോരോ സമയത്ത് നമ്മൾ ഓരോരോ ലെസൺസ് പഠിക്കും, ഓരോരോ പാഠങ്ങൾ നമുക്ക് പഠിക്കും. അത് ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ചില ലെസൺസ് നമ്മൾ ലൈഫിൽ പഠിക്കാം. ചില ലെസൺസ് നമ്മൾ മറ്റുള്ള നമ്മളിപ്പോൾ ഒത്തിരി യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാം. അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ആളുകളെ പരിചയപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് കുറേയേറെ ലെസൺസ് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന കുറേ ആളുകളിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ഇവർ വിട്ടുകളഞ്ഞത് എന്താണ്, ആ കളഞ്ഞ വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സമയത്താണ് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പിരിച്വൽ വേയിലൊക്കെ പോയിട്ട് അവരുടെ ലൈഫിന് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് വളരെയധികം ശ്രമിക്കുന്ന എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു താല്പര്യം തോന്നുന്ന ഒരു സമയം കൂടിയാണ്. ഒത്തിരി കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നു എന്നാണ് കാണുന്നത്. അത് അവരിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് കൊണ്ടാണ്, കുറെ കാര്യങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ അവസരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്നേഹം വന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഉള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. വളരെയധികം സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രേക്കപ്പ് ആയി പോയ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റിലിരിക്കുന്ന റിലേഷൻഷിപ്പോ ഒന്നുമല്ല. ഇപ്പോഴും ഈ ഒരു ഞാൻ വീണ്ടും എടുത്തു പറയുന്നതാണ്, ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോകാം, ഇതെനിക്ക് വയ്യ എന്നൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു റീഡിങ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ള, സെൽഫ് കെയർ ചെയ്യുന്ന, ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് I hope the future will bring us together because I love you more than you know. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും ഒരുമിച്ച് ചേർന്ന്. ബിക്കോസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. I miss your presence. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, I cannot sleep because of this separation. Hope you will understand me. ഓക്കെ, അവർക്ക് ഈ ഒരു സെപ്പറേഷൻ, അവരുടെ മനസ്സിലെ ഈ ഒരു വിഷമങ്ങളും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ സമയത്ത് അവർ മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് അവർ സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ, ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ള വിഷമങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം വിഷമങ്ങൾ നൽകി. അവർക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല അത് ഓർത്തിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് അവരൊന്ന് മാറി നിന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന തന്നിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവരെ ഈ ഒരു സമയത്ത് നിങ്ങളോട് മനസ്സിലാക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. I will message you soon. ഓക്കെ, അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് സംസാരിക്കുമായിരിക്കും.
ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. ആ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അവർ ഈ കോംപ്രമൈസ് ചെയ്ത് വരുന്ന സമയത്ത് സത്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഓൾറെഡി മൂവ് ഓൺ ചെയ്യാൻ എന്ന രീതിയിൽ നിന്നതായിരുന്നെന്നും എനിക്ക് ഇത് മടുത്തു തുടങ്ങിയായിരുന്നെന്നും അതിനുശേഷം ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് തിരിച്ചു വന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ട്രൂത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഓക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ പറയുകയാണ് അവർക്ക് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ അവർക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് അങ്ങോട്ട് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്, പുതിയ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിങ്. ഓക്കെ, ചൈൽഡിഷ്, ഷോർട്ട് ഹെയർ, യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. 639 2003 ജൂലൈ മന്ത്, 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട്, ലെറ്റർ പി, ലെറ്റർ യു. ഐസ്ക്രീം ലവർ ആയിരിക്കാം. നമ്പർ 32, നമ്പർ 23, 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. 1987 October month, number 10, letter B, letter 2, sorry, number 2, today എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 25, ലൈഫ് ചേഞ്ച്. ഓക്കെ, നമുക്ക് റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് തരുന്ന ക്ലൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ മന്ത്, ലെറ്റർ ജെ, 7 days. ഓക്കെ, 1982. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.